പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും മുന്നേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ യോഗം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റുകൾ എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്യാം വിശ്വനാഥ് സാർ, ശശിധരൻ സാർ, രാജശേഖരൻ സാർ, സീതാലക്ഷ്മി മാഡം, ഡോക്ടർ മായ സി നായർ, അഡ്വക്കേറ്റ് രാജേഷ്, ജയറാം സാർ, എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Take a minute. A very warm good morning to one and all. A teacher is never a giver of truth. He is a guide appointed to the truth that each student must find for himself. Today, many of us are here to pay respect to such an eminent teacher. His students have given him a most befitting honor by publishing a book. Well begun is half done. We begin today's event with a flute recital of the very famous verse Asatoma Sadgamaya.
ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. Kindly remain seated. I now invite Advocate Rajesh Oil for welcome address. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജേഷിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വിളിക്കുന്നു. വിബയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. A very good morning, all of you. This warm morning marks a special day for VIBA, Victorian Botany Alumni Association. Another golden feather in the cap of VIBA, as they have published a book on realms of concepts of biodiversity as a token of respect to Professor R. Vasudevan Nair, who was the head of the Department of Botany and their great teacher. It is my privilege to extend welcome to all of you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഫംഗ്ഷൻ ഇവിടെ പ്രസൈഡ് ചെയ്യുന്നത് വിക്ടോറിയ കോളേജ് വൈസ് പ്രിൻസിപ്പളും വിബയുടെ പ്രസിഡന്റുമായ ഡോക്ടർ മായാസി നായരാണ്. നമ്മുടെ വിബയുടെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാവുന്ന ഡോക്ടർ മായാസി നായരാണ് നമ്മളുടെ ഈ പരിപാടി പ്രസൈഡ് ചെയ്യുന്നത്. മായ മേഡത്തിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ ഫംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കിവിടെ ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്യാം വിശ്വനാഥാണ്. അദ്ദേഹം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ്. നമ്മുടെ ഈ പുസ്തക പ്രകാശനം ചെയ്യാൻ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ശ്യാം വിശ്വനാഥിനെ വിവയുടെ പേരിലും ഇവിടെ കൂടിയ എല്ലാവരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ ശശിധരൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർഡ് ചീഫ് സയന്റിസ്റ്റാണ് KFRI. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവയ്ക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ശശിധരൻ സാറിനെ ഞാൻ ഹാർദവമായി ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ രാജശേഖരൻ സാറാണ്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും നമുക്ക് ആശംസ നൽകുവാനും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. നമ്മുടെ എന്തൊരു പരിപാടിക്കാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം നമ്മളെ എപ്പോഴും സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിബയുടെ എല്ലാ പരിപാടിയുടെയും
ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന OSA ആണ്, വിക്ടോറിയ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ബേസ് ചെയ്തിട്ടാണ് വിഭ പ്രവർത്തിക്കുന്നതും മറ്റു എല്ലാം ചെയ്യുന്നത്. OSAയുടെ റെപ്രസെന്റേറ്റീവായി അവിടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഗിരീഷ് ചെറുകാട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിക്ടോറിയ കോളേജിലെ IQAC കോർഡിനേറ്റർ ഡോക്ടർ ജയറാം സാറിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പാട്രൺസ് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ മോഹൻദാസ് മേനോൻ സാറുണ്ട്, ഡോക്ടർ ഗീത വരാമെന്ന് പറഞ്ഞിരുന്നു. ഇവര് രണ്ടുപേരെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ വിഭയുടെ എന്നും താങ്ങും തണലും ശക്തിയുമായ ഒരു വ്യക്തിയുണ്ട്, വിഭയുടെ എല്ലാമെല്ലാമായ ഡോക്ടർ KK സീതാലക്ഷ്മി. ഡോക്ടർ നമ്മുടെ സെക്രട്ടറിയാണ്. മാഡത്തിനെ ഞാൻ ഹാർദവമായി ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ വിഭയുടെ മറ്റു EC മെമ്പേഴ്സ്, മേഴ്സി കോളേജ് പാലക്കാടിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ കിസല ജോർജ്, അതർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, എല്ലാവരെയും ഈ വേദിയിലേക്കും ഈ ഫംഗ്ഷനിലേക്കും ഹാർദവമായി വിഭയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫോർമർ പ്രിൻസിപ്പൽസ് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, ഫാക്കൽറ്റി ഓഫ് മേഴ്സി കോളേജ്, ആര്യവൈദ്യ ഫാർമസി കഞ്ചിക്കോട്, CIMH കഞ്ചിക്കോട്, കൂടാതെ ഗ്രീൻ ഹെഹലിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാബിത് സർ, ഈ പുസ്തക രചനയിൽ പങ്കാളികളായ ഓതേഴ്സ്, ഈ പുസ്തകത്തിന്റെ ടൈപ്പ് സെറ്റിംഗ് നടത്തിയ അശോക് കുമാർ സർ, മറ്റെല്ലാ വിഭാഗ മെമ്പേഴ്സ്, ഇവരെവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നതിനും ചുക്കാൻ പിടിക്കുന്നതിനും വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിച്ച ഡോക്ടർ രേഖ വാസുദേവൻ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഹസ്ബൻഡ് ഡോക്ടർ പ്രകാശ്, എല്ലാവരും വളരെയധികം വിഭയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. വിഭ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നവരോട് അവരെ ഏവരെയും ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ ഇത് യൂട്യൂബിൽ വീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിത് യൂട്യൂബ് റിലേ ചെയ്യുന്നുണ്ട്. ഏവരെയും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമുക്ക് സഹായങ്ങൾ ചെയ്ത, നമുക്ക് വേണ്ട മീഡിയ പബ്ലിസിറ്റി ചെയ്ത മീഡിയ, പ്രസ്, നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി വിഭയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി ഹാർദവമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. Thank you for your warm welcome. Let me now invite Vice Principal of Government Victoria College, Dr. Maya C. Nair, for the presidential address. ഡോക്ടർ മായ സി നായർ വിഭയുടെ പ്രസിഡന്റാണ്. വിഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ നേതൃത്വം കൊടുക്കുന്ന മായ സി നായർ ക്ഷണിക്കുന്നു. Good morning to all of you. Respected Chief Guest of the day, Dr. SYAM VISWANATH Sir, Director KFRI, Dr. N. Shashidaran, retired Chief Scientist and the famous taxonomist of Kerala, Dr. N. Shashidaran Sir, Dr. P. Rajshekharan Sir, Chief Scientist, IAHR Bangalore, Secretary Viva, Dr. KK Sithalakshmi Ma'am, IQC Coordinator of Government Victoria College, Dr. P.M. Jayaraman Sir, Principal Mercy College, and other
members from BC College, the patrons of VIBA, life members of VIBA, executive members of VIBA, Vice President of VIBA, Advocate Rajesh, those who have joined FR from many parts of India and abroad through YouTube link, Dr. K. Haridasan sir, who is viewing this inaugural session from USA. A very good morning, all of you. Today I am standing before you in a multifaceted manner. I am the President of VIBA, Head of the Department of Botany, Government Victoria College, Palakkad. I hold the Vice Principal of VIBA. Today I am also in charge of Principal Government Victoria College. So I am representing Principal Government Victoria College also today in this event, as she is away from the town today. So I start my presidential address with a tribute to my great teacher, Professor R. VISWANATH sir. In 2017, VIBA has been revived, even though it was started its beginning in 2007. And all the revival of VIBA has been possible by the alumni of Department of Botany. And from the very day of revival of VIBA in 2017, I hope today is the most auspicious day for VIBA. We have conducted many of the programs right from 2017, and we have organized many programs inside Victoria College as well as outside Victoria College. But today, the alumni of Department of Botany or the students of Department of Botany, Government Victoria College is paying their tribute to one of the greatest teachers of Department of Botany, Government Victoria College, Professor R. VISWANATH sir, by contributing in a technical or scientific manner by compiling articles relevant to taxonomy right from all the plant groups in the form of a book. And we have started the work of this publication in 2019 itself, and we wish to release this book in front of Professor R. VISWANATH sir, but unfortunately VIBA couldn't do that. But today I am sure that he is viewing this event from heaven, and I think today is the most auspicious day for VIBA. So for the release of the book, we have Dr. SYAM sir, Director KFRA. He is always with VIBA, and he had came to Victoria College for many programs. And the last year, 2 years back, he conducted one of the leading lectures organized by VIBA in Victoria College. And Professor Dr. Rashayan sir is also associated with our department as examiner for most of the PhD thesis that is being submitted from Department of Botany. And Dr. Shashiran sir, he is always in touch with the students of Botany of Victoria College in solving many issues regarding the identity of many plants and all. So the wishes from all these great scientists and all the teachers are with VIBA throughout the period right from 2017. And VIBA is organizing many programs related to academics, research, as well as the extension activities that is in relation to the community and all. And all these are possible just because of the great teachers
associated with our department, and the students who got placed in different areas, and most of them are in teaching profession or in the research position. That's why we could do many activities in relation to research and education. And one of the colleagues in my department one day told me that if I were having a mother like your mother at home, I could have done many things. Like Viva could do many things because we are also having mother like Dr. K.K. Sithalakshmi, who is leading the Viva as secretary for the last 2 years, and a father, I call him as father of Viva, Dr. K. Haridasan sir. Just because of these two people, the Viva could do many things. Along with that, Sri Jayavishnu G. Menon sir, who is always with Viva in organizing many of the programs outside the campus. He always coordinates many of the programs outside the campus. And Dr. K.K. Sithalakshmi and Dr. Haridasan sir coordinate many of the programs in relation with research and education. So Vipa is also doing many things just because of the seniors who have passed out from the department. And as far as Victoria College is concerned, the college as a whole is also benefited by many of the activities that is being implemented by Viva in the campus. The IQAC facility that is being implemented in the campus is by Viva, and that is one of the greatest contribution from the Viva community. And another thing was the reception counter that is being operable in the principal's building. That is also contributed by one of the alumni of our department, Dr. K. Prasanna Kumar and Mrs. Prasanna Kumar. So these two contributions in Victoria College campus will be there as long as the Victoria College is there. Likewise, we are also planning to have many other programs inside the campus that will benefit Victoria College as a whole and the students of Department of Botany in particular. We could organize some of the leading lecture series by support from VIPA members. Then we are supporting the PG students to do research in outside campuses like many of the research institutions. All these are being supported by VIPA members. So I can proudly say that VIPA is one of the only alumni association in Victoria College who is doing great many things, and I hope the activities of VIPA will be a model for all other alumni associations in the college. So with this, I conclude my words, paying tribute to my teacher, even though he didn't taught me, Professor R. Vasudevan sir. I always keep him in my mind, and whenever I take observations in the field, I always keep with me one small hand lens that is being donated by Dr. Rekha Vasudevan, by saying that such a small lens is always being kept by Professor R. Vasudevan sir whenever he went to field. So I always keep that small lens with me whenever I went to field, and whenever I take that lens in the field, I always remember my teacher, Professor R. Vasudevan. That's all. Thank you. Thank you so much. Thank you, ma'am. Thank you for your heartfelt words. Conspectus on Realms of Biodiversity. You might be curious to know about the book. Here is our beloved Dr. K.K. Sithalakshmi, Secretary of VIBA, to introduce the book. വിബയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു പുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഈ അവസരത്തിൽ ഈ ബുക്കിനെക്കുറിച്ച് വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. Respected Chief Guest,
Dr. SYAM VISWANATH, Director of KFRI, our beloved President, Dr. Maya Sinaya, my friend, Dr. N. Sashidharan, and Dr. P. Rajashekaran, IQAC Coordinator, Dr. Jairam, sir, and our beloved Dr. Rekha Vasuneva, Vice President Rajesh. I can see many dignitaries of the dais, staff and principal from Mercy College, and many of our senior members, patrons, and the person who has brought me to Victoria College, Mohandas sir. So, wishing each one of you on and off the dais a very good morning. I consider this as a privilege to be before you on this important day of VIVA with a significant achievement of bringing out a scientific publication, that to honor our respected teacher, Professor Vasudevan sir. ഈ യോഗത്തിൽ വരുമ്പോഴൊക്കെ വാസുദേവൻ സാറിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങളുടെ മുൻപുള്ള യോഗങ്ങളിലെല്ലാം തന്നെ സാറുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. സാർ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു ശക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ നിരവധിയാണ്. മറക്കാനാവാത്ത വിധം എന്നും എല്ലാ സ്റ്റുഡൻസിൻ്റെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ സാറുണ്ടാവും. ആ പാവനം സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ദാറ്റ് ഈസ് ടു സേ അബൌട്ട് വിപ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ 1975 ആക്ച്വലി സാറിൻ്റെയും രാജകുമാരി ടീച്ചറുടെയും സ്റ്റുഡൻ്റാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഒരു ചോക്ക് കൊണ്ട് എങ്ങനെയാണ് ടാക്സോണമി ക്ലാസ്സുകൾ ഡീൽ ചെയ്തെന്ന് ഞാൻ നമ്മുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ, എനിക്ക് തോന്നുന്ന ആദ്യത്തെ ബൊട്ടാണിക്കയിലാണ് വിക്ടോറിയയിലേക്ക് കടന്നു വന്നതും ജൂനിയർ ടീച്ചേഴ്സിനെ ടാക്സോണമി എടുക്കാൻ അന്നത്തെ HOD-മാർ തിരഞ്ഞെടുക്കുന്നതും അത് എത്ര ആസ്വാദ്യകരമായി സാറ് ചെയ്തു എന്നും സാറ് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും സാറ് സ്റ്റാഫ് റൂമിലൊന്നും ഇരിക്കാറില്ല. താഴെ ഒരു ലൈബ്രറിയിലൊരു സാറിൻ്റെതായ ഒരു ചേംബർ ബുക്ക് ഷെൽഫൊക്കെ വെച്ച് അവിടെ ഉണ്ടാക്കി എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും ഒരു ഹെർബേറിയം ഷീറ്റോ പുസ്തകമോ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ എപ്പോഴും ആ ഒരു താല്പര്യം മാത്രം അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഹൃദയത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണെങ്കിലും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേർ ഓൺലൈനിലുണ്ട്. പല കോൺട്രിബ്യൂട്ടേഴ്സും മലയാളിയല്ല, ഇന്ത്യയിൽ നിന്നുള്ളവരെ മുഴുവൻ ഞങ്ങൾ ഒരുവിധം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ബുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇംഗ്ലീഷിൽ നൽകുകയാണ്. വിപയെക്കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ മായ ശ്രീനായർ നൽകുകയുണ്ടായി. Actually, it is a vibrant organization with multiple activities, and you heard from her that she is already in 4 roles here: as principal in charge, as vice principal, as HOD, and you can see her name in almost all the committees in Victoria College. Yesterday she was in Trivandrum, and today here, and I think Monday she'll be again back to Trivandrum for a couple of interviews. So this is the dynamism we get in the leadership, and that leads VIBA further. And the relationship between VIBA and the department is very strong, which makes easy, very cordial, and that makes us easy to do many things for the department and to the college, also to public and students of schools. So, in short, this is the leadership of VIBA, and we have got a very excellent team with a big support for most of the things what we do. Maybe there are difference of opinion that we are easy to solve it.
Now I see many VIPs, very dear persons have come here based on our invitation, and nice to see this function. And I'm very happy there are people coming from Bangalore like Rajshekharan sir and Shashi, and most of them are very busy with their work, and we are really happy to have them with us today. Now about the concept of commemorative volume. It came to a executive committee brought by Dr. Haridas and Maya, and it was unanimously accepted. I think we were happy to do that. And for that, we formed an editorial committee. It was a subcommittee also to take care of this work. That is how VIBA functions. For every activity, we form a subcommittee, a co-committee, who will look after that, and they will discuss and decide and come with the recommendations to the executive committee. And after further discussions, it is approved. And this committee consisted of Dr. Haridas, myself, Dr. Maya Sinaya, and Dr. Rekha Vasudevan. Actually, this is a balance of two pure researchers. Haridas and me worked on research field most of the time. And researchers come teachers, Dr. Maya and Dr. Rekha. Actually, we identified some of the potential contributors. Actually, these faculty members were able to identify the information gaps in the lack of books and different topics. So it was easy for us to pick some topics, find the resource persons for that, and assign them with the work. All the resource persons readily accepted the invitation, and they agreed to contribute chapters in their field of specialization. And I would say that there were 20 chapters, and there are 36 contributors. Some of the chapters are multi-author, and it includes research scholars, research scientists, faculty members, and many senior veterans in the field of botany, biodiversity. So we cannot claim that we have done justice, full justice in selection of these contributors, because in VIBA circle, among VIBA and in the context of VIBA, there are many resource persons who can contribute to biodiversity. Now we have just selected a few from that, and we expect to continue this work as a next step with involving more and more people. And there are so many faculty members, so they will be able to identify the requirement, the need for the topics needed or to get the information. These contributors not only helped to contribute the chapter, but they were with us throughout the editorial process, answering all my screenshots. I had so many doubts like the authorship, the reference, and the pattern of reference, and some ear voice problems and all that. They were answered within the shortest time by the contributors. There are some contributors not through the chapters, but helping us to do self-publication of this book, contributed financially for that. There are 23 members from VIBA who donated, and that made us easy to print the book by our own, so that we can give it as a reasonable price. Information dissemination is our objective, and not to earn an extra income from that, not too much. We were helped by some of the eminent persons by writing forward and messages to this book. And this is Professor A. Rao Mao, Director of Botanical Survey of India, Calcutta, who was kind enough to give a foreword. And three messages from Honorable His Highness Governor Arif Muhammad Khan, then Professor Barik, who is the Director of National Botanical Garden, Lucknow,
and our principal, Matthew George, who was here for a short time. And we also got memoirs from some of the people who are closely associated with Vasudevan sir. Among them is Dr. Ravindra, who was the director of Spices Research Institute. And we have Dr. Sindhu from Ayurveda Pharmacy, Coimbatore. We miss her today. And she is not well, so she will not be attending him, and who is very, happy with the friendship of Vasudevan sir. So we got memoirs from 3 categories, which was sir's interest, that is botany, then consultancy at AVP, and his hobby, photography. And we got a very excellent typesetting person, Mr. Ashok Kumar, to do this work. When I contacted him for his rates, he gave me a very, low rate for this work, but also said, I'm ready for negotiation because I want to do this work. So it was a learning process. We learned many things from Ashok Kumar, and he corrected even our mistakes. And we went by his suggestion for the printing, and it was done by Virgil of Kozhikode, and Nasser gave a very, it was very cooperative and adaptive for this. Many was congratulating or complimenting us, saying that it is a very hard work, but for us, we were happy to do that. When we think of the professor who was dedicated about 6 decades of his service for plant science as teaching and consultancy. We have only one regret. Actually, we wanted to give this to his hands and get his comments and take his blessings. But he missed him by 7 months. And tomorrow is the 7th month after he left us. Now, only consolation is there is a continuity with his daughter, Dr. Rekha Vasudevan. And I used to follow her display pictures in the days when he left us. There was a photograph of Sir and a caption written there. My best feeling is that I am a little piece of you. Well, that explains how the relationship between this daughter and father was there. And another occasion, I saw some old photographs in black and white. I couldn't make it out. But I zoomed it and I found this her mother, very young stage, and she has written, "You will be missing me." So these 2 quotes are very hard, touching. And we can learn from that how she's a role model for us to see how a daughter takes care of her parents and family. So, although we are not able to dedicate it directly, physically to Vasudevan sir, I dedicate this publication to his memory and dedicate to Dr. Rekha Vasudevan, the family members, the friends and relatives of Sir, former, present and future students and teachers of biodiversity, and to everyone who is seeking information on this. Today's vote of thanks is the portfolio of Dr. Rekha Vasudevan, but I take this opportunity to thank her and her family members, Dr. Prakash, Gautam Prakash and Gautam Prakash,
especially for hosting this event, and also for the unlimited, unconditional support they have given to Viva. I think I understand that she won't take a formal thanks for that because she is part of Viva. Now we have recognized her as a patron that guarantees her lifelong service to Viva. So, with these few words, let me dedicate this book to all of you. Thank you. താങ്ക് യു മാഡം. ഈ ബൃഹത്തായ ഈ ഒരു ജൈവവൈവിധ്യത്തെ കുറിക്കുന്ന പുസ്തകത്തെക്കുറിച്ചെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഈ അവസരത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിത്വത്തെ കൂടി ഓർക്കുകയാണ്. നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി, വിബയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഹരിദാസൻ സാർ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ഇതിൻ്റെ തുടക്കം മുതൽ പിന്നീട് അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റിലും ഇതിനോടൊപ്പം നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഇന്നിവിടെ സന്നിഹിതനാകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, നമുക്ക് ഒരു ചെറിയ വീഡിയോ ഈ അവസരത്തിൽ കാണാം. പ്രിയ സുഹൃത്തുക്കളെ, അഭിവാദനം. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മാർഗദർശിയായ നമ്മുടെ പ്രൊഫസർ വാസുദേവൻ സാറിനോട് ആദരസൂചകമായി നടത്തുന്ന ഈ പരിപാടിയിൽ ഒത്തുചേരാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള വിവയുടെ എല്ലാ പരിപാടികളിലും സാറിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സ്ഥിതി മാറിയിരിക്കും. എങ്കിലും ഈ വേദിയിലെല്ലാം അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ഒരു ഭാഗ്യമെന്നേ പറയേണ്ടു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ പുസ്തകം അച്ചടിച്ചത് കാണാൻ സാധിച്ചു. ഡോക്ടർ രേഖയ്ക്ക് അതിനായി പ്രത്യേകം നന്ദി പറയട്ടെ. ഈ പുസ്തകത്തിൻ്റെ ആശയം ഉദിച്ച് പ്രകാശനം വരെ എത്തിയ അവസരത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവകാരുണ്യത്താൽ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ നടത്താൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ആഹ്ലാദിക്കുന്നു. ഈ പുസ്തകത്തെ ഈ രൂപത്തിൽ എത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എഡിറ്റോറിയൽ ടീം, പ്രത്യേകിച്ച് ഡോക്ടർ സീതാലക്ഷ്മിയും ഇതേ അഭിപ്രായത്തിലാണ്. നമുക്കെല്ലാവർക്കും ബോട്ടണിയുടെ പ്രകാശം പരത്തിയ സാറിനെ പോലെ, മാനുഷിക മൂല്യങ്ങൾ പകർന്നു തന്ന സാറിനെ പോലെ ഈ പുസ്തകം ഭാവി തലമുറകൾക്ക് ജൈവ വൈവിധ്യത്തിന്റെ വിശദാംശങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുമെന്നതിൽ തർക്കമില്ല. വിവയ്ക്ക് അഭിമാനിക്കാം. ഞാൻ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിൽ 1978 PhD ചെയ്യാൻ പോകുമ്പോൾ സാറിന്റെ വാക്കുകളായിരുന്നു പ്രചോദനം. വടക്കു കിഴക്കൻ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ധൈര്യം പകർന്നതെന്നും അദ്ദേഹമായിരുന്നു. എന്നെ ഇന്നത്തെ ഈ നിലയിലാക്കിയ സാറിനോട് ഇന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുചേരാൻ അവസരം ഒരുക്കി തന്ന വിഭ എക്സിക്യൂട്ടീവിനോടും പ്രത്യേകിച്ച് ഡോക്ടർ രേഖയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി, ഈ പുസ്തകത്തിൻ്റെ റിലീസിന് വേണ്ടി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ മേഖലയിലും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന KFRI എന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശ്യാം വിശ്വനാഥിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടി സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ നമ്മുടെ ഭാവി പരിപാടികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. നന്ദി സാർ. വാസുദേവൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഹരിദാസൻ സാറിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വിവയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാണ്. തുടർന്ന് ബുക്ക് റിലീസ്, ഈ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന പരിപാടിയായിട്ടുള്ള ബുക്ക് റിലീസിലേക്ക് കടക്കുകയാണ്. It's my pleasure to invite Dr. SYAM Vishwanath, the Director of Kerala Forest Research Institute, PG, to address the gathering and to release the book Conspectus on Realms of Biodiversity.
Good morning to all of you. Respected VIPA Vice President Advocate Rajesh Nair, Vice Principal Dr. Mayasi Nair, my colleague and tutor Dr. N. Shashidharan, former Chief Scientist of KFRI, Dr. Sita Lakshmi, then other Dr. Rekha Vasudevan and other dignitaries seated on the dais and in the audience. I know that many alumni of VIPA are also present here, and this function is being telecast live on YouTube. And let me also wish Dr. Haridas, a close friend of mine, associate for his address, and also I know that he is also hearing this live. So you have been a source of inspiration, as I understand, for VIPA and to many of us. My association with Victoria College, actually I have a personal association. My sister used to be a faculty there in the Faculty of English, Professor Lata Mohandas. Maybe she was as a colleague of Professor R. Vasudevan Nair. I have not met Professor Vasudevan Nair personally, but I think that I recollect during one of the VIPA functions where I was called to speak upon during the Gopinath C. Memorial lecture. I talked about sandalwood at the time. So at that time he must have been there. So I also take this opportunity to congratulate VIPA for bringing out this book, Conspectus on Reigns of Biodiversity. This has been well thought of, well considered. I was seeing the various chapters, around 18 chapters. Basically, we have very eminent personalities who have been covering various topics in this book. I'm sure that this book is a treasure house for botany students and those who are interested in biodiversity and its conservation. Other thing on this occasion also, now the World Forestry Day is coming up on 21st. So, and we also know that this is the decade of ecosystem restoration, the next one decade. UN has also declared it. So it would be appropriate to speak about biodiversity and the law, or rather the loss of biodiversity, some of the things that issues that we are facing today in Kerala as well as the country and worldwide. Before coming here, I was reading a down-to-earth report. In that there was an article, the Botanical Gardens Conservation International, that's a consortium. The report in 2021 listed out around 58,500 species of trees. I'm talking only about trees. I mean, this is something that you need to think about, of which nearly 30% of that is actually under the threatened category. In India, out of this 58,000, we have 2,800 tree species and 18% are threatened. And in fact, in peninsular India, 4 tree species have gone extinct. And very recently, 2 other species from northeast, one species of Hopia and another Ilex khasianum from northeast has also gone extinct. There is another species that I have been associated with while in Karnataka, in Malaimadi in the Western Ghats. Semicarpus catlecanensis. In that particular area, it's a very endemic species. Around 167 species, tree species, you can count them virtually in that small area. So one day that is also, we'll be really facing the threat of extinction. So these are tree species woody species getting extinct is something that need to set up, alarm bells in our minds, especially botany
students of taxonomy and botany. So where are we? What can we do? These are things that we need to ponder about, and through awareness, education and other conservation programs. I'm happy to note that VIBA has taken various initiatives in this regard. Dr. Rajashekharan, sorry, I forgot to mention him. He's also a very old colleague of mine. I have known him in Bangalore for nearly 15 years. Dr. P. Rajashekharan was mentioning that he evaluated 3 thesis students of Dr. Mayasi Nair. That was regarding the flora of Nelliyambadi and also Mannargad, that side 3. And he says that those 3 works, outstanding thesis work. And he was amazed that again, at the college level, that such works could be produced. That itself is a tribute to the standard of the botany department and the faculty of Victoria College. So, congratulations once again. So I'm sure that with this kind of faculty, Dr. Sita Rishmi is also there, Dr. Haridasan and others. I do not know about the erstwhile faculty, many of you must be here. That surely this fading, I mean, we don't have adequate pool of taxonomists in the country. So we will probably hope to encourage the students, youngsters. One of my PhD students is also here, Anjana. They are the future of botanists in the country, taxonomists. They will be surely inspired by the various activities conducted in various research institutions, and also I'm sure VIBA will also be an inspiration. So with this few words, I once again thank VIBA for inviting me over here to address you all, and also for releasing this very significant milestone book on Conspectus on Drains of Biodiversity. Thank you once again. പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ബുക്ക് റിസീവ് ചെയ്യുന്നത് ഡോക്ടർ എൻ ശശിധരൻ സാറാണ്. അടുത്തതായി ബുക്ക് റിസീവ് ചെയ്തുകൊണ്ട് ശശിധരൻ സാർ നമ്മളോട് സംസാരിക്കും. ശശിധരൻ സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യാതിഥി ഡോക്ടർ ശ്യാം വിശ്വനാഥ്, കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. അവിടെ ഇപ്പോഴും ഞാൻ തുടർന്ന് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വെൽക്കം അഡ്രസ് നടത്തിയ രാജേഷ് നായർ അഡ്വക്കേറ്റ്, ദെൻ വൈൻസ് പ്രിൻസിപ്പൽ മായാസി നായർ, ദെൻ ഡോക്ടർ സീതാ രശ്മി, ഡോക്ടർ രാജശേഖരൻ ആൻഡ് സോ മെനി അതർ ഡിഗ്നിറ്ററീസ്, ഡോക്ടർ രേഖ വാസുനാഥർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഇവിടെ വാസുദേവൻ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിലുള്ള ഒരു ബുക്ക് റിലീസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങാനുള്ള ഒരു നല്ല അവസരം എനിക്ക് കിട്ടി. അതിൽ ഞാൻ അതീവ സന്തോഷമാണ്. ഡോക്ടർ സീതാലക്ഷ്മിനോട് ഈ ബുക്കിൽ ഒരു ചാപ്റ്റർ എഴുതണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയെക്കുറിച്ച് ഒരു ചാപ്റ്റർ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം that I have to spend. പ്രൊഫസർ വാസുദേവ സാറിനെ ഞാൻ ചില സന്ദർഭങ്ങളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായി സംസാരിക്കുകയും
വളരെ ഇമ്പ്രസീവായിട്ട് സംസാരിക്കും. പൊതുവെ പറയാറുണ്ട് നിറകുടം തുളുമ്പില്ല. സാറിനോട് സംസാരിച്ചാൽ അത്രയും ഒരു പാണ്ഡിത്യമുള്ള ഒരു സാറിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാകുകയില്ല. അത്രയ്ക്കും വിനയവും അദ്ദേഹം വരച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷൻ, കാരണം അതിൻ്റെ ചില വിഷ്വൽസ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുകയുണ്ടായി. അതിൻ്റെ ചില കോപ്പികൾ അദ്ദേഹം തന്നിരുന്നു. വളരെ പെർഫെക്റ്റ് ഒരു ബോട്ടണിസ്റ്റിനെ സംബന്ധിച്ചോളം ഒരു ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ടെക്നിക്കലി കറക്റ്റ്, നോട്ട് ദ അപ്പിയറൻസ്. ഒരു ആർട്ടിസ്റ്റ് നല്ല ഭംഗിയായിട്ട് ഒരു ചിത്രം വരയ്ക്കും, ബട്ട് ടു ഡ്രോ ഇറ്റ് ടെക്നിക്കലി പെർഫെക്റ്റ്. ഫോർ എക്സാമ്പിൾ, അതിന്റെ ഒരു പൂമ്പൊടിയുടെ തണ്ട് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, മറ്റുള്ള ഓവറിന്റെ സ്ട്രക്ചർ, ഓവികൾ എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ആ സ്പേസ്, ഇതെല്ലാം പ്രൊപ്പോർഷനായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ചെടിയെ കുറിച്ച് നല്ല അവഗാഹവും ഉള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു അനുഗ്രഹം സാറിന് വേണ്ടത്രോളം ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹു ഈസ് എ ടീച്ചർ? ആരാണ് ഒരു അധ്യാപകൻ? എന്നെ പഠിപ്പിച്ച സാറാണ്. പഠിപ്പിക്കുക അധ്യാപകനാണ്. പക്ഷെ ഒരു ടീച്ചർ നമ്മളെ വിലയിരുത്തുന്ന അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ പഠനത്തിലെ അദ്ദേഹത്തിന്റെ പഠന രീതിയിലെ കൊണ്ട് വിദ്യാർത്ഥികളെ എങ്ങനെ സ്വാധീനിക്കും, ഇത് അവരുടെ ഫ്യൂച്ചറിനെ എങ്ങനെ അവരൊരു മെന്റർ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പം വാസുദേവ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പഠന രീതിയും കുട്ടികളോടുള്ള ഒരു താല്പര്യമാണ്. ഇതിപ്പോ ഡോക്ടർ ഹരിദാസൻ, ഡോക്ടർ സീതാലക്ഷ്മി, അങ്ങനെ അനേക സ്റ്റുഡൻസിന് സാറ് പിന്തുടർന്ന പാതയിലോട്ട് ടാക്സോണമിയിലോട്ട്. ഇപ്പൊ എന്റെ കൊളീഗായിരുന്ന ഡോക്ടർ സ്വരൂപാനന്ദൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PhD ഒക്കെ എടുത്തു. സ്വരൂപാനന്ദൻ വരയ്ക്കുന്ന പടം എത്രയോ പെർഫെക്റ്റ് ആയിരുന്നിട്ടുണ്ട്. എന്റെ ചില പുതിയ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സ്വരൂപാനന്ദൻ വരച്ചു കിടക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ആ കഴിവ് ജനിപ്പിച്ചതിന്റെ പ്രധാന കാരണം വാസുദേവൻ സാറാണ്. അത് വളരെ നന്ദിയോടും ബഹുമാനത്തോടും കൂടി ഡോക്ടർ സ്വരൂപാനന്ദൻ പറയുകയുണ്ടായി, വാസുദേവൻ സാറാണ് എന്നെ എങ്ങനെ ഒരു പടം നല്ലതുപോലെ വരയ്ക്കേണ്ടി വന്നു. അപ്പൊ ഈ അധ്യാപകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് വിക്ടോറിയ കോളേജിലല്ലേ, ഇപ്പൊ ഞാൻ പഠിച്ച കൊല്ലം ശ്രീനാരായണ കോളേജിലെ പ്രൊഫസർ രവി, അദ്ദേഹത്തിന് വലിയ ഗവേഷണ യൂണിവേഴ്സിറ്റികളിലോ ഇല്ലെങ്കിൽ മറ്റുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ട് ഒരു ഗവേഷണ പരിചയമൊന്നുമില്ല. മോസ്റ്റ്ലി സെൽഫ് ടോട്ട് മാൻ, സ്വയം വരിക. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ചെയ്താണ് പ്രൊഫസർ എന്നെ എറാഡി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകനും. ആ എറാഡി സാർ അധ്യാപകൻ പരീക്ഷ എക്സാമിനറായിട്ട് വരുമെന്ന് പറഞ്ഞ സ്റ്റുഡൻസിനെല്ലാം ചങ്കിടിക്കും. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാറാണ്. അപ്പൊ എറാഡി സാറിന്റെ ഇൻഫ്ലുവൻസിലാണ് രവി സാറ് ടാക്സോണമിയിൽ വന്നത്. രവി സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ടാക്സോണമി ഫീൽഡിലോട്ട്. അതുപോലെ തന്നെ ഡോക്ടർ അനിൽകുമാർ, വേറെ അനേക സ്റ്റുഡൻസുകളുണ്ട്, കിരൺ, ഇങ്ങനെയുള്ള. അപ്പൊ നമ്മൾക്ക് ഒരു സാറിന്റെ ഒരു ടീച്ചിങ് നമ്മുടെ കരിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ പാത പിന്തുടരണമെന്ന് നമ്മളുടെ ഒരു ആവേശം ഇല്ലെങ്കിൽ ഒരു താല്പര്യം ജനിക്കുന്നു. നമുക്ക് ശരിയായിട്ടുള്ള ഒരു സ്ഥാപനമോ ഒരു പ്ലാറ്റ്ഫോമോ കിട്ടിക്കഴിഞ്ഞാൽ ഈ താല്പര്യമുള്ളവർ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നു. അതെല്ലാവരുടെ ഫീൽഡിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ടാക്സോണമിയെ പറ്റി പറയുമ്പോൾ കാൾവൻ ലിനേയസ് എന്ന് പറഞ്ഞ നോക്കുള്ള ടാക്സോണമി, ജൈവ ടാക്സോണമിയില് അദ്ദേഹത്തിന്റെ കരിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പുരോഹിതനായിരുന്നു. അവർ തുടർന്ന പാരമ്പര്യം അനുസരിച്ച് ലിനേയസും ഒരു വൈദികനോ ആ വൈദിക വൃത്തിയോ ഏർപ്പെടേണ്ട ഒരാളായിരുന്നില്ല. പക്ഷെ അദ്ദേഹം 5ാം ക്ലാസ്സിലെത്തിയപ്പം ഈ ലിനേയസിന്റെ കഴിവും കാലിബറും കണ്ടിട്ട് പറഞ്ഞു, ജോനാഥൻ എന്ന് പറഞ്ഞ മാസ്റ്റർ പറഞ്ഞു, ഹീ ഷുഡ് സ്റ്റഡി മെഡിസിൻ. സോ ലേറ്റർ പിന്നീട് അദ്ദേഹം ഉപ്സാല യൂണിവേഴ്സിറ്റിയിലാണ് വെച്ച് പഠിപ്പിച്ചത്. ആ ഡോക്ടറാണ്, ആ ലിനേയസാണ് ഇപ്പം നമ്മളെ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ എത്രത്തോളം നമ്മൾ ഒരു ഈ ടീച്ചിങ് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നതിനേക്കാട്ടിലും അവരെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിക്കുന്നു, അവരുടെ കരിയറിൽ എങ്ങനെ മോട്ടിവേറ്റ്. ഇത് പഠിച്ചു കഴിക്കുന്ന സമയത്ത് അധ്യാപകനും വിദ്യാർത്ഥികളുടെ ബന്ധമില്ല. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ആത്മബന്ധമുണ്ട്. ഇപ്പൊ വാസുദേവൻ സാറിനോട് ഉള്ള ഒരു താല്പര്യം അത് തന്നെയാണ്. അപ്പൊ അതവിടെ നമ്മളെ സീതാലക്ഷ്മിയുടെ സംസാരത്തിൽ നിന്നും ഡോക്ടർ ഹരിദാസിന്റെയും മറ്റു അനേകം പേരുടെ സംസാരത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഒരു ആത്മബന്ധമുണ്ട്. എനിക്കും എന്റെ പ്രൊഫസറുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട്. ഞാൻ നാട്ടിൽ പോയ ഒരു അവസരം കിട്ടുക തീർച്ചയായിട്ടും സാറിനെ കണ്ടിട്ടേ വരികയുള്ളൂ. ഈ ആത്മബന്ധം ഒരു മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടൊരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ച് നാമകരണം ചെയ്തപ്പോൾ
എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ ഗുരുനാഥനും എൻ്റെ മെന്ററുമായ പ്രൊഫസർ രവിയുടെ സ്മരണാർത്ഥം പലാക്കി രവി എന്ന് പേര് കൊടുത്തു. എൻ്റെ ഗൈഡിന് പേരിന് RDC ശിവരാജന് ഞാൻ പേര് കൊടുത്തു 4 of us. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ ആദരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ സാറിൻ്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷനാണ് കോമ്പണ്ടി ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. കോട്ടക്കൽ ആര്യൻസിയുടെ എൻ്റെ പ്രൊഫഷണൽ ഹെഡായിരുന്ന നമ്പ്യാർ സാറ് ഇവരൊക്കെ ചേർന്ന് എഴുതിയ ഇന്ദിരാബാലചന്ദ്രൻ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. ഈ ബുക്കിൻ്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില നോമൻക്ലേച്ചറായിട്ടുള്ള പ്രോബ്ലങ്ങൾ സാറ് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയുർവേദ ചെടികൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. കാരണം ഈ പുസ്തകം എഴുതുമ്പോഴും സാറിലും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ നമ്മളുടെ മൂലഗ്രന്ഥത്തിലോ സംഹിതകളിലോ ഒക്കെ പറയുന്ന ചെടികൾ ഇത് തന്നെയാണോ? എപ്പോഴും ഒരു ചലഞ്ചാണ്. ഇപ്പോൾ ഒരു ചെടി ഞങ്ങളടുത്ത് കൊണ്ടു വന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഐഡന്റിഫൈ ചെയ്യും ഇതാണ്. പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും നമ്മളെ സംഹിതകളിലെ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് സോമരസം. സോമയാഗം നടത്തുമ്പോൾ ഏതാണ് ഈ സോമ? എത്രയോ നൂറ്റാണ്ടുകളായി കഴിഞ്ഞു. ഇന്നും സോമ എന്ന് പറഞ്ഞ ഒരു ചെടി നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ എഫിട്ര എന്ന് പറഞ്ഞൊരു ചെടി സോമയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അമ്മാനിറ്റ എന്ന് പറഞ്ഞൊരു ഫംഗസ് എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സെറപ്പീജിയ എന്ന് പറഞ്ഞിട്ടും പിന്നെ സാർക്കോസ്റ്റമ എന്ന് പറഞ്ഞു. ഇത് ഏതാണ് ചെടി? അപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ഏത് ചെടി ഉപയോഗിച്ച് നിങ്ങൾക്ക് സുഖപ്രാപ്തിയോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങളത് ഉപയോഗിക്കുക. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പേരും കൃത്യമായിട്ടുള്ള നാമകരണം മറ്റു കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇന്നിപ്പോ കുറുന്തോട്ടി എടുക്കുക, ബല, അതിബല, നാഗബല 3 പേരെ നമ്മളെ മൂലഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 12-14 സ്പീഷീസ് ഉണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറുന്തോട്ടിയല്ല ഇന്ത്യൻ ഫാർമക്കോപ്പിയ സജസ്റ്റ് ചെയ്തിരിക്കുന്ന അംഗീകരിച്ചിട്ടുണ്ട്. അത് വേറൊരു സ്പീഷീസാണ്. ഇപ്പൊ ഇവിടുന്ന് മരുന്നുണ്ടാക്കുന്നവരൊക്കെ ആ പേര് ചേർത്തില്ലെങ്കിൽ ഏറ്റിയേക്കാൻ പറ്റും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനെ പരിഹരിക്കുന്ന ഇത് മുൻകാലങ്ങളിൽ വന്ന ചില രീതികളുണ്ടായിരുന്നു. അതല്ല ഇന്നിപ്പോൾ ശാസ്ത്രീയമായിട്ട് ഏതെങ്കിലും ഒരു ചെടി എന്നാൽ അത് കൃത്യമായിട്ട് ഏത് രീതിയിലായിരിക്കും അതിന് ഒരുപാട് നിഷ്കർഷങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റുള്ള ഇപ്പം പ്രൊഫസർ വാസുദേവൻ സാറും രവി സാറും ഒക്കെ പഠിച്ച് ടാക്സോണമി ചെയ്യുന്ന കാലത്ത് നിന്നും വർഷങ്ങളോളം 40-50 വർഷം കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക വിദ്യ വളരെ ആയിട്ടുണ്ട്. നമ്മളെ ഇലക്ട്രോണിക് മീഡിയ IT മേഖലയിൽ കൊണ്ട് ലിറ്ററേച്ചറൊക്കെ വളരെ പെട്ടെന്നുണ്ട്. ഇപ്പോൾ അനേകം സ്പീഷീസുകൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പണ്ടൊരു സ്പീഷീസ് പബ്ലിഷ് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, നൗ ഇറ്റ് വിൽ ടേക്ക് ഈവൻ മന്ത്സ് ഉള്ളൂ. അപ്പൊ അത് നമുക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ വാസുദേവ സാറിന് ശേഷം റിട്ടയറിന് ശേഷം ഈ വർഗീകരണ ശാസ്ത്ര മേഖല, പ്ലാന്റ് ടാക്സോണമി കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അതിനൊരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇപ്പം മായ ടീച്ചറിന്റെയും മറ്റും നേതൃത്വത്തിൽ പല സ്റ്റുഡൻസും എന്നുണ്ട് കുറെ ചെടികൾക്ക് തന്നെ അവരുടെ കോളേജിനെ അനുസ്മരിപ്പിക്കുന്ന വിക്ടോറിയ എന്നുള്ള സ്പീഷീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ടാക്സോണമി ഒരു കാര്യമുള്ള വാസുദേവ സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് അദ്ദേഹം വിഭാവന ചെയ്തതോ അദ്ദേഹം കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു വലിയ വേളയിൽ തുടർന്നു പോകാൻ സാധിച്ചു എന്നത് ഒരു വലിയ നല്ല കാര്യമാണ്. ഭാവിയിൽ ഇങ്ങനെയുള്ള കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ട് അപ്പം ഇത്രയാണ് ഞാൻ പറഞ്ഞ ഈ അവസരത്തിൽ സാറിനെ അനുസ്മരിക്കാനും അദ്ദേഹത്തുമായിട്ടുള്ള എൻ്റെ ബഹുമാനം കൂടി പ്രദർശിപ്പിക്കാൻ ഒരു അവസരമായിട്ട് ഇത് കാണുന്നു. അതിന് വേദി ഒരുക്കി തന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. Thank you for your beautiful words. Next felicitation. We have with us Dr. Rajashekharan, Director, Indian Institute of Horticulture Research, Bangalore. I have great pleasure in inviting him to address the gathering. ഈ മഹനീയമായ ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാജശേഖരൻ സാറിനെ ക്ഷണിക്കും. Good morning to all of you. 1 week before, I received a call from Dr. Seethalakshmi Madam that this book to commemorate the
commemorative volume to Professor R. Vasudevan Nair going to be released. Is it possible to come? Earlier to this, I had an opportunity to visit Victoria College for as a chairman of one of the students of Dr. Maya C. Nair. Then I understood, the VIBA, Victorian Alumni Association, was very vibrant, and many members of the VIBA was present, and it was a great occasion for me to interact with the students and staff of Botany Department of Victoria College. I have not interacted with Professor Vasudevan Nair. I have seen his illustrations. I bought the book of 500 medicinal plants published by Orion Lamman. Kottakkal Ayurvedeshala was the authors from Kottakkal Ayurvedeshala. And the main attraction of the book is the illustrations done by Professor R. Vasudevan Nair. In fact, I was really inspired. And there is a question: who is a good teacher? A good teacher is a person who inspires the students. So I understand that he is a real inspiring teacher. After seeing that illustrations, it can match with I could see the earlier good illustrations done in Ortus Indicus Malabaricus. The illustrations are so good. To that level, Professor Vasudevan Nair's illustrations. Then another small book I brought, The Poisonous Plants of Kerala. There also, there was no photos, but the illustrations are so good. So I was really inspired by Professor Vasudevan Nair. See, another milestone here is, there are so many alumni associations with many colleges, departments. In fact, I am an alumni of Botany Department of Calcutta University. There is an alumni association, but it's not vibrant like VIBA. I would like to congratulate VIBA for the vibrancy and a lot of activities. I congratulate the office bearers. In fact, my good friend and motivator, Ardasan sir, then Sita Lakshmi madam, then Dr. Maya C. Nair. I would like to say a few words about Maya C. Nair. I happened to evaluate 3 theses done by the students of Dr. Maya C. Nair. All the theses were excellent. In fact, I was evaluating so many theses from the colleges and universities and institutes. The last thesis was done by Jebina. It was wonderful and excellent, excellent documentation of the biodiversity of Nelliambadi Hills. And I can tell you it is a model for biodiversity research and documentation. I congratulate her for doing such a wonderful work. The college should be proud, and all of us should be proud that such a good work is done. In fact, what I found is in most of the colleges, the thesis work or the research work is very poorly done. Not because they are not able to do it, because lack of facilities, lack of motivation, and most of them what they do is they outsource the work and finally they bring into the form of a thesis. But this work is totally different and up to date, and I was really fallen in love with such work. I once again congratulate her for such good work. And I think what is the effect of Palakkad and Gap on the biodiversity of Palakkad? The Palakkad district is a very unique district in Kerala because of this Palakkad and Gap that is affecting the biodiversity of Palakkad district. And so many eminent people are born in Palakkad, like T.N. Seshan, who transformed the
election commission and election held all over India. And they have shown to the world that how election can be done in such a populous country like India. And people used to come from the other countries and watch. And now the Indian election commissioners used to go to the different countries and help how to conduct elections. And another realm is the music. For example, the Palgad Maniyar. I used to happen to listen to the music and found that, you know, in any kacheri after the Maniyar's performance, people used to feel that the kacheri is over after his Taniyavartana. So that the kind of music brought by the person like Palgad Maniyar, then Chambai Vaidyanatha Bhagavata. So Palgad is a very unique place, and Victoria College is also very unique. Person like M.T. Vasudevan Nair was studied here, and E.M.S. Namboodiripad, Olapavanna. There are so many great people as alumni of Government Victoria College. And now with the help of the Alumni Association, the Department of Botany is also going to the great heights. And I congratulate the Botany Department and the Alumni Association, which is helping the department to do these kind of things. And I think first time an Alumni Association is bringing out a volume like this. And one day Dr. Haridasan sir called me and told about this project. I was really wondering how a Alumni Association can bring such a good volume. Now I was going through the book, and I congratulate the editors, Sita Rashmi Madam, Dr. Haridasan sir, Mayasi Nair and Rekha Vasudevan for doing a wonderful job. And Sita Rashmi Madam in her talk already told that this is only a beginning. And I would like to ask them to continue this kind of this thing, because there is lack of good books in the biodiversity. Most of the books are, you know, very not very good. So there is a lot of scope for bringing out such books. And I was wondering how the who will fund such a project. Then I was talking to Sita Lakshmi Madam. Madam was telling that there is no dearth of fund. So people generously contributed to the fund required for the bringing this volume. So these are all wonderful activities the VIBA is doing, and I congratulate all the office bearers and the patrons and the members of the Alumni Association. They are setting a new trend, and this should continue. And in fact, I was really inspired by the work done by the VIBA, and I hope that they will be able to do this kind of work in the future also. And my good wishes to them. And at this juncture, I would like to give my pranams to Professor Vasudevan Nair, and as a very good taxonomist and a good teacher. It is an appropriate volume in his memory, and again I congratulate the people who have taken this venture and made it possible. And I once again congratulate all of you, and thank you very much for the opportunity. And I would like to offer my help required for any of such efforts in the future also. Thank you very much. Thank you, sir. Thank you for your great words. Now I invite Dr. Jayaraman, IQAC Coordinator, Government Victoria College, for the felicitation. ആദരണീയയായ യോഗാധ്യക്ഷ, ഒന്നിലധികം ഉത്തരവാദിത്തങ്ങളോടുകൂടി നമ്മുടെ വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യായിട്ടുള്ള വൈസ് പ്രിൻസിപ്പാൾ, ഇന്ന് പ്രിൻസിപ്പാൾ ഇൻചാർജ് കൂടിയാണ്, വിഭയുടെ
പ്രസിഡന്റാണ് ഡോക്ടർ മായാസി നായർ. ഇന്നത്തെ മുഖ്യാതിഥി പുസ്തക പ്രകാശനം നിർവഹിച്ച ഡോക്ടർ ശ്യാം വിശ്വനാഥ് സാർ, പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ശശിധരൻ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, വിഭയുടെ ശക്തരായിട്ടുള്ള വനിതാ സാരഥികൾ, ഞാൻ ഒരാളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, സീതാലക്ഷ്മി മാഡം, വിഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള സീതാലക്ഷ്മി മാഡം, ഗുരുതുല്യരായിട്ടുള്ള മഹത് വ്യക്തികളെ, വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഭയുടെ അഭ്യുദയകാംക്ഷികളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഏറ്റവും ആദ്യം മഹാനായ സസ്യശാസ്ത്രജ്ഞൻ, യശസ്വരീയനായിരിക്കുന്ന ആർ വാസുദേവൻ നായരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആദരാഞ്ജലി തന്നെയാണ് ഈ പുസ്തക പ്രകാശനത്തിലൂടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. വാസുദേവൻ സാറെക്കുറിച്ച് പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിക്ടോറിയ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവനായിട്ട് അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം 100-ലധികം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുകയും അത് പൊതുജനങ്ങൾക്കായി ചില സസ്യശാസ്ത്ര പ്രേമികൾക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭൗതിക സാന്നിധ്യം ഇല്ലാതായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക അസാന്നിധ്യത്തിന്റെ ഏകദേശം 7 മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വിഭ ഇത്തരത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വിക്ടോറിയയുടെ വിഭവ സമാഹരണം വിഭയിലൂടെ എന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ഞങ്ങൾ കോളേജിൽ വെച്ചിട്ട് തന്നെ. മായ മാഡം അതുപോലെ തന്നെ സീതാലക്ഷ്മി മാഡം എല്ലാം സൂചിപ്പിക്കുകയുണ്ടായി വിക്ടോറിയ കോളേജുമായിട്ട് എത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് വിഭയ്ക്കുള്ളത് എന്നുള്ളത്. വിക്ടോറിയ കോളേജിന് വേണ്ടി ഒരു IQAC കോംപ്ലക്സ് പണി കഴിപ്പിച്ചു തന്നത് വിഭയാണ്. നല്ലൊരു റിസപ്ഷൻ കൗണ്ടർ അവിടെ ഒരുക്കി തന്നിരിക്കുന്നത് വിഭയാണ്. അതോടൊപ്പം തന്നെ വിഭയിലെ മറ്റംഗങ്ങളും അതിന്റെ അഭ്യുദയകാംക്ഷികളുമെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠനം തുടർന്നു കൊണ്ടുപോകുന്നതിനായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിലൊരു ഗവേഷണ പുസ്തകം ഇറക്കുന്നത് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ അതിന് ആദ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല ഇതിനെ വേറെ ഏതെങ്കിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിലുള്ളൊരു ഗവേഷണ പുസ്തകം ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് വിഭയുടെ ആഭിമുഖ്യത്തിൽ കൺസെപ്ഷൻസ് ഓൺ റിയൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു ഗവേഷണ പുസ്തകം, അതിൽ 20ഓളം ഗവേഷണ പ്രബന്ധങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വിഭ വാസ്തവത്തിൽ ഒരുപാട് വ്യക്തികൾ ചേർന്ന ഒരു സംഘടനയാണെച്ചാലും അത് ഒറ്റ മനസ്സായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ പുസ്തക പ്രകാശനം എന്ന് വേണം പറയാനായിട്ട്. കാരണം നേരത്തെ സീതാലക്ഷ്മി മാഡം സൂചിപ്പിക്കുകയുണ്ടായി, 20-ലധികം അംഗങ്ങൾ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന്. ഇത് വാസുദേവൻ സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെയൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും
അദ്ദേഹത്തിൻ്റെ ആഗ്രഹപൂർത്തീകരണം കൂടിയാണ്. അതുകൊണ്ടാണ് ഭൗതികമായിട്ടുള്ള അസാന്നിധ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം ഇന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള കരങ്ങളിലൂടെ തന്നെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കാനായിട്ട് സാധിച്ചത്. വാസുദേവൻ നായരെ പോലെയുള്ള ഒരു മാർഗദർശി അദ്ദേഹത്തിൻ്റെ ആ ഉപദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിഭ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് അതിൻ്റെ ശക്തരായിട്ടുള്ള 2 വനിതാ സാരഥികൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വാസുദേവൻ നായരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വിഭയ്ക്ക് അത്തരത്തിലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിക്ടോറിയ കോളേജ് IQACയുടെ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത്. കഴിഞ്ഞ നാക് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ അലുമിനി ആക്ടിവിറ്റീസിനൊക്കെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിശ്ചയിക്കുന്നുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഞങ്ങൾക്ക് മുഴുവൻ പോയിന്റും നേടിയെടുക്കാനായിട്ട് സാധിച്ചത് ഈ വിവയുടെ സംയോജിതമായിട്ടുള്ള ആ ഇടപെടൽ മൂലവും വിഭ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ മൂലവുമാണ്. കാരണം എത്ര അലുമിനി അസോസിയേഷനിൽ നിങ്ങൾക്ക് എത്ര സാമ്പത്തികമായിട്ടുള്ള സഹായം നിങ്ങളുടെ കോളേജിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ നല്ലൊരു ഈ നാക് പിയർ ടീമിനെ നല്ല ഒരു എന്താ പറയുക ഹാളിൽ മീറ്റിംഗ് നടത്താൻ വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തു തന്നെ വിഭയാണ്. അപ്പോൾ വിക്ടോറിയയുടെ മാനം കാക്കുന്നതിന് വിഭ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അപ്പം അതുകൊണ്ട് വിക്ടോറിയയെ സംബന്ധിച്ചിടത്തോളം വിഭ വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്കാദമികവും അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും വിഭയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിഭയോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിഭയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിക്ടോറിയ കോളേജിന്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും സഹകരണവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സദുദ്യമത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir. Thank you for your beautiful words. Now I invite Sri Girish C, representative of OSA, to address the gathering. He is the executive committee member of OSA Victoria College and also the vice president of VIBA. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വിഭയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും പ്രിയങ്കരനായ വാസുദേവൻ സാറിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ജൈവ വൈവിധ്യത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന വളരെ മഹനീയമായ ഒരു ചടങ്ങാണിത്. ഇവിടെ വിക്ടോറിയ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ കിട്ടിയ അവസരം വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. വിക്ടോറിയ കോളേജ് അല്ലെങ്കിൽ വിക്ടോറിയൻ എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ആളുകളുടെ മനസ്സിലും ഉണ്ടാകുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു അഭിമാനം അത് എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. OSAയുടെ മീറ്റിംഗ് നടക്കുമ്പോഴും അതുപോലെ തന്നെ വിഭയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുമ്പോഴും അവിടെ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. നേരത്തെ രാജശേഖരൻ സാർ സൂചിപ്പിച്ചതുപോലെ എത്രയോ പ്രഗത്ഭരായ ആളുകൾ പഠിച്ചു പോയിട്ടുള്ള ഈ കോളേജിൽ പഠിക്കാൻ നമ്മൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി തന്നെ നമ്മളൊക്കെ കരുതേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും വിഭയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. വളരെ സമഗ്രമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഇത്രയേറെ സമഗ്രമായ ഒരു പുസ്തകം ഒരു അലുമിനി അസോസിയേഷൻ പുറത്തിറക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ വിഭ ഏറ്റെടുത്ത് നടത്തുന്നു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്.
വാസുദേവൻ സാറിനെ പല ആളുകളും ഇവിടെ പല രീതിയിൽ അനുസ്മരിച്ചു. ഒരു ചിത്രകാരൻ എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷൻസ്, ഈ രണ്ട് മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരിക്കലും വേർതിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടും കൊണ്ടുപോയി എന്നുള്ളതാണ്. പലപ്പോഴും ഓരോ ചിത്രകാരന്മാർ പലപ്പോഴും അവരുടെ സ്വന്തം പോർട്രേറ്റ് വരയ്ക്കാറില്ല. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. അത് വാസുദേവൻ സാറിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ വരച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം അവിടെ വീട്ടിലിപ്പോഴും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ അധ്യാപകൻ എന്നുള്ള നിലയിൽ മാതൃകാപരമായ പലർക്കും മാതൃക ആയിട്ടുള്ള അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരം ഒരു പുസ്തകം, ജൈവവൈവിധ്യത്തെ കുറിക്കുന്ന പുസ്തകം ഇറക്കാൻ കഴിയുന്നത് തന്നെ വളരെ വലിയ ഒരു കാര്യമാണ്. അതിൽ ഒരു വിബയുടെ അംഗം എന്നുള്ള നിലയിലും OSAയുടെ പ്രതിനിധി എന്നുള്ള നിലയിലും എൻ്റെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്നും വിബയുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും OSAയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir. Thank you for your good words. Now it's my pleasure to invite Dr. Sister Gisela George, Principal of Mercy College, to offer felicitation. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സിലൊരു സെന്റൻസാണ് ഓർമ്മ വരുന്നത്. ഒരു പോയമിന്റെ ഫസ്റ്റ് സെന്റൻസ്, എ ഡോട്ടർ എ റോസ് ഇൻ ദ ഗാർഡൻ ഓഫ് ലൈഫ്. തീർച്ചയായിട്ടും ഇത്രയേറെ ഒരു പ്രത്യേകത നിറഞ്ഞിരിക്കുന്ന ഈ ദിവസം എനിക്ക് ഡോക്ടർ രേഖ വാസുദേവൻ നായരുടെ ഒരു കൊളീഗാകാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അച്ഛനെ കുറിച്ച് ഈ വേദിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒത്തിരിയേറെ 7 മാസത്തിന് മുമ്പാണ് അച്ഛൻ കടന്നുപോയത്. പക്ഷെ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഒരു അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. അതിന് ഒത്തിരിയേറെ ഈ അച്ഛന്റെ മോൾ ആയതിൽ ഞാൻ ഒത്തിരിയേറെ മാഡത്തിനെ അഭിനന്ദിക്കുന്നു. വിഭ അടുത്തത് ഒത്തിരിയേറെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. നിങ്ങളെല്ലാം പറയുമ്പോഴും പറഞ്ഞു കേട്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പാരമ്പര്യമുള്ള അസോസിയേഷൻ OSAയുടെ ഒരു ഭാഗം, അതും ബോട്ടണിയുടെ വിക്ടോറിയൻ ഭാഗം, നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം, അത് എഡ്യൂക്കേഷൻ ലെവൽ മാത്രമല്ല സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടും ഡെവലപ്മെന്റ് രംഗത്തും ഒത്തിരിയേറെ പ്രവർത്തിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. ബുക്കിനെ കുറിച്ച് എനിക്ക് മാഡം കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. ഡോക്ടർ രേഖ വാസുദേവൻ നായർ എന്നെ ബുക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അതിൽ അച്ഛൻ വരച്ച ഇല്ലസ്ട്രേഷനൊക്കെ കണ്ടിരുന്നു. എനിക്കും കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഒരുമാതിരി എല്ലാ പേജസിലൂടെയും കടന്നുപോയി. 20 ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്റർ മാഡം എഴുതിയതും ഞാൻ കണ്ടു, അച്ഛന്റെ വരകൾ കണ്ടു. നല്ല ഒരു ബുക്കായിട്ട് തോന്നി. അതിന് ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ വിഭയെ ഞാൻ അറിയിക്കുന്നു. ഡോക്ടർ രേഖ വാസുദേവൻ നായർ ഇപ്പോൾ ഞങ്ങളുടെ IQAC കോർഡിനേറ്റർ കൂടിയാണ്. ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് അച്ഛന്റെ പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം ഈ അടുത്തു വരുന്ന നാക് അക്രഡിറ്റേഷന്റെ സമയത്ത് പ്രൊഫസർ R വാസുദേവൻ നായരുടെ അനുഗ്രഹത്തോടു കൂടി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ രേഖ വാസുദേവൻ നായർക്ക് നന്നായി ചെയ്യുവാനായിട്ട് ഒത്തിരിയേറെ അസോസിയേഷൻ, ഈ OSAയുടെയും ഒരു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ, സെക്രട്ടറി അല്ല, ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം അതിലൊത്തിരിയേറെ ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള അസോസിയേഷൻസ് എല്ലാ കോളേജസിലും ആക്റ്റീവായിട്ടുണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലും ഇതൊരു ഭാഗമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രചോദനം ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കരുതിക്കൊണ്ടും അതെനിക്ക് മനസ്സിലായത് കൊണ്ടും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
ഈ കോൺസെപ്റ്റ്സ് ഓൺ ലെൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഈ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയുള്ള ഒരു ഒത്തിരിയേറെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബുക്കായിട്ട് എനിക്ക് മനസ്സിലായത് അതിലെ വിഭയോടും വിക്ടോറിയ കോളേജിനോടും അതുപോലെ മാഡം ഡോക്ടർ രേഖ വാസുദേവൻ നായരോടും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച എല്ലാവരോടും നന്ദിയും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഞങ്ങളെയും ഈ കൂട്ടത്തിൽ ഒരു ഭാഗമാക്കിയതിൽ വിക്ടോറിയ വിഭയോട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. വാസുദേവൻ സാർ നമുക്കൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. വാസുദേവൻ സാറിൻ്റെ സ്മരണ പലർക്കും ഉണ്ടാവും. ഈ ഒരു സന്ദർഭം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളൊരു സമയം കൂടിയാണ്. ഓഡിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ആശംസ അറിയിക്കാൻ, ഈ ചടങ്ങിന് ആശംസ അറിയിക്കാനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്മരണ നിങ്ങൾക്ക് പുതുക്കാനുള്ളൊരു അവസരമാണ്. ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്കത് ചെയ്യാം. സാർ വരും. ആദ്യമേ എൻ്റെ പേരെന്ന് പറയട്ടെ. പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ, KC കുഞ്ഞികൃഷ്ണൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ, വിക്ടോറിയ കോളേജ്. First of all, let me thank Professor Rekha Vasudevan and Dr. Prakash for inviting me to take part in this function, and also congratulate the Botany Association, Alumni Association of Victoria for publishing this work as showing a Guru Bhakti, and this is a Guru Puja to Professor Vasudevanath. I came here just to express to cherish my memories with Professor Vasudevanath. In fact, in 1965, remember 1965, we lived under the same roof for nearly 2 years near Government Victoria College, Madapalli, and our association started from there. He used to leave on Saturday and Sunday, early morning, with a big bag after having some little or light breakfast to the banks of Mahi River to collect water plants. So we used to tell him, say, why do you train all these things? Why do you spend your daytime in the scorching sun? No, it's my passion. So as we lived together for 2 years under the same roof, I could easily watch him. I had a ringside view of his multifaceted talents, not as a painter, not only as a sculptor, but also he used to make some handicrafts also. And of course, his whole life was dedicated to botany and especially to water plants. He used to bring all these things in a very big bag. And then the next few days he would be immersely, engaged in these things, coding all these things, drying the plants, and then drawing the pictures, etc. So I came here just to cherish my old memories with Professor Vasudevanath, and I thank you once again for giving me this opportunity to remind me or to cherish again that old memories. From 1965 onward, we had a very close relationship till he passed away recently. Thank you once again, and especially for teachers today, Dr. VISWANATH, and thank you to all. All the best. Thank you, sir. ഇനിയും ഈ അവസരത്തിൽ
ഈ വൈകിയ വേളയിൽ നമുക്ക് സമയം, അതുകൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും ഇനി നിങ്ങൾക്കൊരു അവസരമുണ്ട്. ഇല്ലെങ്കിൽ ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് ഇറങ്ങും. സാർ ഒന്നും രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കില്ല. സാർ എന്നെ BSc-യിലും MSc-ക്കും ബോട്ടണി പഠിപ്പിച്ചിട്ടുണ്ട്. 70കളുടെ മധ്യത്തിൽ ഞാൻ MSc കഴിഞ്ഞ് വേറൊരു രംഗത്തേക്ക്, എൻ്റെ പ്രവർത്തന മേഖല വേറെ ആയിരുന്നു. അതിൽ ബോട്ടണിയും ആയിട്ടുള്ള കോമൺ ഫാക്ടർ B മാത്രമായിരുന്നു. ഞാൻ ബാങ്കിങ്ങിലോട്ട് തിരിയും. പക്ഷേ എന്നെ 5 കൊല്ലമേ ബോട്ടണി പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ 45 വർഷത്തോളം ഞാൻ സാറ് ലീവിൽ വരുമ്പോഴും പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണാറുണ്ട്. കാണാറുണ്ടതിന് കാരണം എന്താ ഞാൻ നീട്ടി പറയുന്നില്ല. ഇതിനു മുമ്പ് പ്രസംഗിച്ച് എല്ലാവരും പറഞ്ഞു വരും സാറിനെ പറ്റിയിട്ട്. ചിലപ്പോൾ എനിക്ക് സാറെ കാണുമ്പോൾ ഒരു കലാകാരൻ MV ജയവന്റെ ലുക്കാണ്, ശരിയായ ഒരു ആർട്ടിസ്റ്റിന്റെ ലുക്കാണ്. ചിലപ്പോൾ തോന്നും G അരവിന്ദനെ മാതിരിയാണ്. അദ്ദേഹം അധികം സംസാരിക്കില്ല. ചിലപ്പോൾ പണ്ട് വെറ്റലമുറുക്കുകയായിരുന്നു, അധികം സംസാരിക്കില്ല. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ നിശബ്ദതയിൽ കൂടി ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരുമായിരുന്നു. സാറിന്റെ അവസാന വർഷങ്ങളിൽ കൂടി കൺസൾട്ടന്റായിട്ടും എല്ലാം ബോട്ടണിയോട് വളരെയധികം ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പക്ഷേ വിഭയ്ക്ക് വേണ്ടി കൂടി ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരുമായിരുന്നു. വിഭ ബൊട്ടാണിക്കയുടെ ലോഗോ സാറാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷൻ കോൺടെസ്റ്റ് വെച്ചു. ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷൻസിൽ അന്ന് വേറെ ഈ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. ഇന്നിപ്പോ ഒരു സത്യത്തിന്റെ പേരറിയണമെങ്കിൽ ഒരു ആപ്പുണ്ട്, വരക്കണമെങ്കിൽ ഒരു ആപ്പുണ്ട്. അന്ന് അതൊന്നുമില്ല. സാറിന്റെ മനസ്സിൽ ആയിരക്കണക്കിന് സസ്യങ്ങളുടെ പേരുണ്ട്. ഒരു കുറിപ്പിച്ച ഒരു പെൻസിലുണ്ടെങ്കിൽ ഏത് സസ്യവും ഒരു ഫോട്ടോഗ്രാഫികൾ തന്നെ വരയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ കുട്ടികളുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഇല്ലസ്ട്രേഷൻ കോൺടെസ്റ്റില് മാഷെ ജഡ്ജിയായിട്ട് വിളിച്ചു. ബോട്ടണിയെ സംബന്ധിച്ചോ മറ്റേത് കാര്യങ്ങളിലോ നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം സാറിനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. സാറിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനൊരു പുസ്തകം എഴുതുവാൻ മുൻകൈ എടുത്ത രേഖയ്ക്കും വിഭയുടെ സ്റ്റാൾവേർട്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ലീഡേഴ്സായ ഡോക്ടർ മായയ്ക്കും ഡോക്ടർ സീതലക്ഷ്മിക്കും ഇതിനു വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയ അംഗങ്ങൾക്കും പിന്നെ ഇതിന് ഈ ആർട്ടിക്കിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും ആശംസകൾ. നന്ദി. സാർ വിഭയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഇപ്പൊ കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും സാറിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റാർക്കെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നു. അടുത്തതായി ഓതേഴ്സിനുള്ള കോപ്പീസ് കൊടുക്കുന്നതാണ്. അത് കൊടുക്കുന്നത് വിഭയുടെ തന്നെ പാറ്റേൺ ആയിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് മേനോൻ സാറാണ്. സാറിനെ ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നിവിടെ വന്നിട്ടുള്ള ഓതേഴ്സ് ഡോക്ടർ ലക്ഷ്മി CJ, ഡോക്ടർ മായാസി നായർ, ഡോക്ടർ രാജശേഖരൻ P, ഡോക്ടർ രേഖ വാസുദേവൻ, ഡോക്ടർ ശശിധരൻ N, ഡോക്ടർ സീതാലക്ഷ്മി KK, ഡോക്ടർ സൗമ്യ M. ഇത്രയും ആളുകളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് അങ്ങോട്ട് വരാം. മോഹൻദാസ് സാർ വരും. കുറച്ച് വൈകിട്ട് അല്ല രാവിലെ മാറ്റം മതി.
Dr. Soumya. I would like to thank Vibha for inviting me to this function. Of course, I am also part of Vibha. Maybe as an old student, I may be quite senior, but then I joined Vibha only about 2 years back. So I'm quite young in Vibha as a member. But I'm so glad that I'm part of Vibha, and this gave me an opportunity to get back to the roots, not only from botany point of view, but get back to the roots from a social point of view also, meeting the people who have been with botany. By sheer the stroke of fate that I couldn't continue with botany after I finished my BSc and then changed. Of course, I continued and went in the academic field and have been associated with many academic institutions. But this is an opportunity to get back to plants, and also Professor R. Vasudevan Nair was not my teacher directly, although I remember Mrs. Vasudevan Nair, we call him Kumari Chechi. I am also related to her though, teaching me as a practical class in my pre-degree or BSc first year in Victoria College. That is a memory that I have. And this I came here especially because I have been watching the contributions. I mean, as a in a way an outsider, the contributions of Vasudevan Nair sir. And so as I think it was Dr. Maya who said that he has not taught me, but he is like our teacher only. So as a teacher, I give my, the pranamam to him, his soul, and I'm so happy that I'm here. And I would surely like to go through some of the articles. Hopefully I will be able to understand the technical aspects of that, but probably this is a coming back to the this discipline itself. Thank you so much. താങ്ക് യു സർ. സർ ഒരു സെക്കൻഡ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സംരംഭത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾക്കും ഓരോ കോപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പേരുകൾ വായിക്കാം. സീതാലക്ഷ്മി, ഡോക്ടർ രമണി പി, കൃഷ്ണൻകുട്ടി, സി അയ്യപ്പൻകുട്ടി, പ്രൊഫസർ മോഹൻദാസ്, വിനയരാഘവൻ, രഞ്ജിനി എ പി, ഡോക്ടർ വാസു കാടാന്തോ, ഹരിദാസൻ കെ, സുകുമാരൻ എ, ഫ്ലോയിഡ് ജോസഫ്, ജസ്റ്റിസ് രവീന്ദ്രൻ, ഡോക്ടർ സുരാജ് അനന്തകൃഷ്ണൻ, സജിത എസ്, രഞ്ജിനി രാമസ്വാമി, ഡോക്ടർ പ്രസന്നകുമാർ, ഡോക്ടർ എം ജയശ്രീ. ഇത്രയും ആളുകളാണ് ഇതിലൂടെ ഇന്ന് പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ. വരാം, സ്റ്റേജിലേക്ക് വരാം. Floyd Joseph, Ayyapangutti sir, Vinay Raghavan sir,
Dr. Ramani P. സീതാലക്ഷ്മി ശ്രീനിവാസൻ, അവരുടെ പാരൻസ് വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്യാം വിശ്വനാഥ് സാറിന് ഒരു മെമന്റോ കൊടുക്കുന്നതാണ്. മെമന്റോ കൊടുക്കുന്നതിന് വേണ്ടി രാജശേഖരൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. അവസാനമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മിസ്റ്റർ അശോക് കുമാർ വന്നിട്ടുണ്ടോ? നമ്മളുടെ വന്നിട്ടുണ്ട്. ഓക്കെ, വരൂ സർ. ഈ പുസ്തകത്തിന്റെ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വിഭ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ നടത്തുന്ന ആശയവിനിമയം അത് അതേപോലെ സ്വീകരിച്ച് ആ കൃത്യസമയത്ത് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നതിന് വളരെ യാതൊരു തടസ്സവും. വരൂ സർ, വരൂ, സ്വീകരിക്കുന്നു. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച അശോക് കുമാർ അദ്ദേഹത്തിന് മെമന്റോ നൽകുന്നതിന് വേണ്ടി ശ്യാം സാറിനെ ക്ഷണിക്കുന്നു. മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ ഒരു കോപ്പി നൽകി ആദരിക്കുന്നു. പ്ലീസ് മാഡം. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി കെ സീതാലക്ഷ്മി, ഡോക്ടർ കെ സീതാലക്ഷ്മി. ഈ ഔപചാരികമായ ചടങ്ങ് ഇവിടെ സമാപിക്കുന്നു. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിബയുടെ പാറ്റേൺ കൂടിയായിട്ടുള്ള ഡോക്ടർ രേഖ വാസുദേവനെ ക്ഷണിക്കുന്നു. Chief guest of the day, Dr. SYAM VISWANATH, dignitaries on the dais, very, very special invitees in the audience. Good afternoon to all. It is with mixed emotions that I stand here before you to propose the vote of thanks. It is a very special moment in my life. The book Conspectus on Realms of Biodiversity is published in honor of my father, late Professor R. Vasudevan Nair. And I stand here with my heart full of gratitude to all those who have made it possible. I recall the journey of the book from the seed of an idea that was floated in one of the executive committee meetings of VIBA to the release of the book today. Contributions as chapters in the book, from contributions as chapters in the book to suggestions given throughout the printing, the editing, suggestions given for the conduct of this event today. The very positive vibes and responses have overwhelmed me, and I have received them from very unexpected sources. Those were very humbling moments when I realized that these gestures are all a token of regard and respect for my father. The book actually grew from
Conspectus or a compendium on biodiversity to a labor of love, a bond of love, I was reminded once again that the greatness of a human being is not to be measured in terms of material assets or achievements, but by the hearts that a person can touch and enrich in. To that aspect, my father, late Professor R. Vasudevan Nair, led a very rich life, and he leaves behind a great legacy. My heartfelt gratitude to Dr. SYAM VISWANATH, Director, Kerala Forest Research Institute, PG, for having consented to release this book. It's a matter of great honor for VIBA that the Director of a premier research institute in Kerala is releasing this book, one of its first attempt at publication. VIBA is indebted to you, sir. Thank you very much. Let me now express my gratitude to Vice Principal of Government Victoria College, Dr. Maya C. Nair, who is also my PhD guide, for presiding over this meeting. As the President of VIBA, she is always at the helm of affairs. Thank you, ma'am. On behalf of VIBA, let me now extend my gratitude to Dr. Shashidharan, former Chief Scientist of KFRA, for having graced this occasion to receive the first copy of the book. We also thank you for accepting our request to contribute a chapter in the book. I cannot think of another person who knows the flora of Kerala better than him. The book is certainly enriched by his contribution. Thank you, sir. Dr. P. Rajashekharan is the Director of IIHR, and he is with us today. VIBA is grateful to you, sir, for the trouble you took to join us today. He has also contributed a chapter in the book, and that has enhanced the relevance of the book. He has a lot of appreciation for VIBA always, and we take it as an encouragement to do even better in future, sir. Thank you. I would now like to express gratitude to Sri Girish Cherugada, who represented the OSA also and offered felicitation. Let me also thank Dr. Jairam, who is the coordinator of the Internal Quality Assurance Cell of Government Victoria College. I thank you, sir, for your presence and your words. Let me also thank Principal Mercy College, Dr. Sister Gisela George, for her presence here and for the very affectionate felicitations that she has given here. Many of my colleagues have also graced this occasion. My very special thanks to them for responding to my invitation. Among the audience, there are several luminaries. This occasion has been graced by several former principals, members of the faculty of Government Victoria College. My heartfelt gratitude to all those who have responded to our invitation. And a very special thanks to Ashok Kumar, sir, for having helped us through the very difficult process of editing a book without actually coming into contact. The entire work had to be done online, and actually this is the first time I'm meeting sir face to face. Special thanks to Ashok, sir. My father had a long association with Ayurvedic Pharmacy, Coimbatore, and some of the members of the team are here, along with members of CIMH Kanchikode. My thanks to all of them. Being the artist he was, my father was a founder member of the Image, an amateur photography club in Palakkad. Some of their members have also graced this occasion. My special thanks to them. Members of the press and media are also here. I'm grateful to them for covering this event. Before I conclude, let me also express my gratitude to all those people who have joined us online. Several people are watching this program on live streaming. So my special thanks to all of them, all the well-wishers, all my family, friends, family who are gathered here and who are with us today on live online. My special thanks to them. Before I conclude, I would like to say a few sentences in Malayalam.
because some sentiments are best expressed in the mother tongue. എൻ്റെ അച്ഛൻ പലപ്പോഴായി പറഞ്ഞ് കേട്ടിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ചില കാര്യങ്ങൾ ഒരു നിയോഗമാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു നിമിഷം എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ ജ്യേഷ്ഠനോ നിൽക്കേണ്ട ഒരു സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു എന്നുള്ളതും ഒരു നിയോഗമാണ്. നമ്മൾ ആർക്ക് ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷെ അതൊരു ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ ബോട്ടണിയുടെ ലോകത്ത് ഞാൻ എന്നും കൈപിടിച്ച് നടന്നിരുന്നത് അച്ഛൻ്റെ കൈപിടിച്ചാണ് നടന്നിരുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വികാരമെന്ന് പറയുന്നത്, തനിയെ നടക്കാൻ പ്രാപ്തിയില്ലാത്ത എൻ്റെ കൈകൾ അച്ഛൻ്റെ വളരെ കഴിവ് തെളിയിച്ച് അച്ഛനെ ഏറെ ബഹുമാനിക്കുന്ന കുറച്ച് ശിഷ്യന്മാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് പേര് വരാതെ, ഇവിടെ ഒന്നും പരാമർശിക്കപ്പെടാതെ ഒരുപാട് പേരുകളുടെ, ഒരുപാട് മനസ്സുകൾ ആ പുസ്തകത്തിന്റെ പിന്നിലുണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും എന്നും കടപ്പെട്ടിരിക്കും. താങ്ക് യു. ഈ ഔപചാരികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ കോസ്റ്റ് 1495 ആണ്. 1495 രൂപയാണ് ഈ ബുക്ക് വില. അത് അതിന്റെ ആക്ച്വൽ കോസ്റ്റ്. അതിനാണ് ഈ ഒരു പുസ്തകം എല്ലാവരിലേക്കും എത്തുക, അതിന്റെ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് കൊണ്ട് അതിന്റെ ആക്ച്വൽ കോസ്റ്റിനാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബുക്ക് അവൈലബിൾ ആണ്, സെയിലിന് അവൈലബിൾ ആണ്. ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുന്നു. ഇനി നമ്മൾ ലഞ്ച് ഉണ്ട്, അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം.